സിനിമ ആരംഭിക്കുന്നത് 1968 അന്ന് അമേരിക്കയും വിയറ്റ്നാമും തമ്മിൽ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ അർദ്ധരാത്രിയിൽ വിയറ്റ്നാമിലെ ഫോറസ്റ്റിന്റെ ഏതോ ഒരു ഭാഗം കാണിക്കുകയാണ്. അവിടെ രണ്ട് പട്ടാളക്കാർ വളരെ രഹസ്യമായിട്ടുള്ള ഒരു മിഷന് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ടീം ലീഡർ അവർക്ക് ഈ ഒരു മിഷൻ കൊടുത്ത കേണലിനെ വിളിക്കുകയാണ്. സാർ, ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുകയാണ്, എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ടീമിലെ രണ്ടുപേര് മാത്രമേ ഇപ്പൊ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാവരെയും എന്താണെന്ന് അറിയില്ല, എന്തോ ഒന്ന് വന്ന് അറ്റാക്ക് ചെയ്ത് കൊന്നിട്ടുണ്ട്. ഇതേ നേരം ഈ ടീം ലീഡറുടെ കൂടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നില്ലേ, അയാൾ എന്തോ ഒന്ന് കണ്ട് ഭയന്നതും അയാൾ അപ്പൊ തന്നെ കാണാതാവുകയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ കാടിന്റെ 4 ഭാഗത്തേക്കായിട്ട് ഈ ടീം ലീഡർ ഷൂട്ട് ചെയ്യുകയാണ്. പിന്നീട് ഭയം കാരണം എങ്ങോട്ടെന്നില്ലാതെ ഇയാൾ കാടിന്റെ ഏതോ ഒരു ഭാഗത്തേക്ക് ഓടുകയാണ്. പെട്ടെന്ന് ഇയാളുടെ മുന്നിലേക്ക് ഡൈനോസറിനെ പോലെ തോന്നുന്ന ഒരു രൂപം വന്ന് ചാടുകയാണ്. അതിനു നേരെ ഇയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ആ ഡൈനോസർ വന്ന് ഇയാളെ കടിച്ചു കീറി കൊല്ലുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ ഈ വിയറ്റ്നാം കാടുകളിലെ അമേരിക്കൻ ബേസ് ക്യാമ്പ് കാണിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ അടുത്തേക്ക് ഒരു വിയറ്റ്നാമി ലേഡി വന്നിട്ട് അവർ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ ഭർത്താവിനെ അത് കൊണ്ടുപോയി. എന്ത് കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ പറക്കുന്ന ഒരു ബോധം എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് പട്ടാളക്കാർ ശരിക്കാണ് ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ്. ഈ സമയം തന്നെ അവിടുത്തെ ഒരു പട്ടാള ക്യാമ്പിൽ പിടിച്ചെടുത്ത കുറച്ച് ട്രക്കുകൾ കാണിക്കുന്നുണ്ട്. ഇത് പരിശോധിക്കാനായിട്ട് പുറത്തു നിന്ന് മറ്റൊരു ഓഫീസർ വന്നിട്ടുണ്ട്, ജെറാൾഡ് ഒരു മെഷീൻ ഉപയോഗിച്ച് ആ ട്രക്ക് പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് റേഡിയേഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ജെറാഡിന് മനസ്സിലായി. ഇത് കണ്ട് അങ്ങോട്ടേക്ക് കമാൻഡർ ഇബറ്റ്സ് വരികയാണ്. എന്നിട്ട് ജെറാഡിനോട് ചോദിക്കുകയാണ്, അല്ല എന്താണ് പ്രശ്നം? ഇതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായതുകൊണ്ട് തന്നെ ജെറാഡിന് ആ ഒരു കാര്യം കമാൻഡർ ആയിട്ടുള്ള ഇബെക്സിനോട് പറയാൻ പറ്റുന്നില്ല. ശരിയെന്ന് പറഞ്ഞിട്ട് കമാൻഡർ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം കമാൻഡർ ഇബെക്സ് വിളിക്കുന്നത് കേണൽ ജെറിക്കോയാണ്. വിളിച്ചതിന്റെ കാരണം ഇന്നലെ രാത്രി കാട്ടിൽ വെച്ച ഒരു ടീമിന് വഴി തെറ്റിയല്ലോ. വഴി തെറ്റിയ കാര്യം അവർ റിപ്പോർട്ട് ചെയ്തത് കമാൻഡർ ഇബെക്സിനോടാണ്. സോ കമാൻഡർ ഇബെക്സ് ഈ കാര്യം പറയാനാണ് കേണൽ ജെറിക്കോയെ വിളിച്ചിരിക്കുന്നത്. ജെറിക്കോ പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട, എന്തായാലും ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഒരു സാധാരണ ടീമല്ല, വൾച്ചർ സ്ക്വാഡ്. എന്തായാലും കാണാതായ ആ ഒരു ടീമിനെ തേടി എന്തായാലും വൾച്ചർ സ്ക്വാഡ് പോയിരിക്കും. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് വിയറ്റ്നാമിലെ തന്നെ ഉൾക്കാട്ടിൽ ഏതോ ഒരു ഭാഗത്തായിട്ട് ചില വിയറ്റ്നാമികളുടെ ഒരു ക്യാമ്പിലാണ്. ആ ക്യാമ്പിലേക്ക് ചില അമേരിക്കൻ പട്ടാളക്കാർ നുഴഞ്ഞു കയറുന്നുണ്ട്. ഇവരാണ് ഈ വൾച്ചർ സ്ക്വാഡ്. ഇപ്പൊ ആ ടീമിന്റെ ടീം ലീഡർ ആയിട്ടുള്ള ബേക്കർ വളരെ പതിയെ ഈ കാടിന്റെ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ കാവൽ നിൽക്കുന്ന ഒരുത്തിന്റെ കാര്യത്തിൽ തീരുമാനമൊക്കെയാണ്. കഴുത്തറുത്ത് കൊല്ലുകയാണ്. ഇതേ നേരം വേറെ 2 സ്നൈപ്പേഴ്സ് വാച്ച് ടവർ അതിന്റെ മുകളിൽ നിൽക്കുന്ന 2 വിയറ്റ്നാമീസിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു വൾച്ചർ സ്ക്വാഡ് ഈ ക്യാമ്പിലേക്ക് ഇരച്ചു കയറുകയാണ്. പിന്നീട് അങ്ങോട്ട് കാണുന്ന എല്ലാത്തിനെയും വെട്ടിവെച്ച് കൊല്ലുകയാണ്. അവരുടെ ക്യാമ്പിന്റെ ഉള്ളിലേക്കെല്ലാം ഗ്രനേഡൊക്കെ എറിഞ്ഞ് അവരെ ഏകദേശം തോപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഈ ഒരു മിഷൻ സക്സസ് ആയിരിക്കുകയാണ്. ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഇവർ പിടിച്ചു വെച്ച 5ഓളം അമേരിക്കൻ പട്ടാളക്കാരെ രക്ഷപ്പെടുത്താനാണ്. എന്നാൽ അവരവിടെ എത്തിയപ്പോഴേക്കും 3 പേര് മരിച്ചു കഴിഞ്ഞു. 2 പേര് ജീവനോടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവരെ മാത്രം രക്ഷപ്പെടുത്തുകയാണ്. ഇപ്പൊ ആ സ്ഥലത്തേക്ക് അമേരിക്കൻ ഹെലികോപ്റ്റേഴ്സ് വരികയാണ്. അതിൽ കയറി ഇവർ നേരെ ഇവരുടെ ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇവരുടെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ കേണൽ ജെറിക്കോയെ കാണിച്ചില്ലേ, ആ ക്യാമ്പാണ്. അവിടെ വന്ന് ലാൻഡ് ആയ സമയത്ത് തന്നെ പുതിയൊരു മിഷൻ ഇവർക്കായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ അറിയുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നേരെ കേണൽ ജെറിക്കോയുടെ അടുത്തേക്ക് പോകണം. ആ നേരം അവിടെ കൂട്ടിൽ പൂട്ടിയിട്ട ഒരു കടുവയെ ഇവർ കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം കേണൽ ജെറിക്കോയെ കാണുകയാണ്. എല്ലാവരും, അതായത് ബേക്കറിന്റെ ടീം അവിടെ മുഴുവനായിട്ടും വന്നിരിക്കുകയാണ്. അപ്പൊ അവരോട് കാര്യങ്ങൾ പറയാണ്. ഫോറസ്റ്റിന്റെ ഈ ഭാഗത്തേക്ക് 2-3 ദിവസം മുന്നേ ഒരു ടീം പോയായിരുന്നു ഒരു മിഷന്റെ ഭാഗമായിട്ട്. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പൊ യാതൊരു റെസ്പോൺസും ഇല്ല. സോ നിങ്ങൾ നാളെ തന്നെ അവരെ തേടി കാട്ടിലേക്ക് പോകണം. ലൊക്കേഷനൊക്കെ ഞങ്ങൾ തരും. എന്നാൽ ബേക്കറിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പട്ടാളക്കാർ ചോദിക്കുകയാണ്, അല്ല അവരെന്തിനാ അങ്ങോട്ടേക്ക് പോയത്, എന്ത് മിഷൻ അവർ പോയത്? ഇത് കേട്ട സമയത്ത് കേണൽ ജെറിക്കോ പറയാണ്, അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ആ മിഷൻ ഒരു രഹസ്യ സ്വഭാവമുള്ള മിഷനാണ്. നിങ്ങളിപ്പോ എന്ത് ചെയ്താൽ മതി, നേരെ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അവരെ രക്ഷപ്പെടുത്തിയാൽ മാത്രം മതി. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് എല്ലാ ടീം അംഗങ്ങളും അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ബേക്കർ മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. ബേക്കർ ഇപ്പോ കേണൽ ജെറിക്കോയോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ സത്യം പറ, എന്തിനാണ് അവരങ്ങോട്ടേക്ക് പോയത്? ഇപ്പൊ ജെറിക്കോ വീണ്ടും പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ആ മിഷന് ഒരു രഹസ്യ സ്വഭാവമുണ്ട്, അത് നിങ്ങളോട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നീ നിന്റെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങോട്ടേക്ക് പോവുക, അവരെ രക്ഷപ്പെടുത്തുക. ഈ മിഷൻ നീ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ബേക്കറെ നിന്റെ പേരിൽ ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്, ഇതെല്ലാം ഞങ്ങൾ ഒഴിവാക്കി തരും. ഇത് കേട്ട സമയത്ത് കൂടുതലൊന്നും പറയാതെ തലയാട്ടി ബേക്കർ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ബേക്കറിന്റെ ടീമിലെ മറ്റൊരാളെ കാണിക്കുകയാണ്. ഇവന്റെ പേരാണ് കേസ്. ഇവന്റെ ലൈഫിൽ ഒരുപാട് ട്രോമകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടീമിലുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് എല്ലാവരെയും നന്നായിട്ട് അറിയാം. നല്ല ഫ്രണ്ട്സ് ആണ് ഇവരെല്ലാവരും. നല്ല കെമിസ്ട്രി ഇവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൾച്ചർ സ്ക്വാഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടീം നമ്പർ 1 ആയി നിൽക്കുന്നത്. എന്തായാലും ഇതിനുശേഷം ഏകദേശം രാത്രി ആകാനായപ്പോൾ ഇവരുടെ ആ ഒരു മിഷൻ സ്റ്റാർട്ട് ആവുകയാണ്. ഈ ടീമിനെ മുഴുവനായിട്ട് കൂട്ടിക്കൊണ്ട് ഒരു ഹെലികോപ്റ്റർ ഇവിടെ നിന്നും വനത്തിന്റെ ഉൾഭാഗത്തേക്ക് പോവാണ്. ഇപ്പൊ ഒരു വലിയ മല കാണുകയാണ്. അതിന്റെ താഴ്വാരത്തിലായിട്ട് വളരെ നിബിഡമായിട്ടുള്ള ഒരു വനം. അവിടെയാണ് ഇവർക്ക് ഇറങ്ങേണ്ട ആ ഒരു സ്ഥലം. എന്നാൽ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് പറയുന്നുണ്ട്, സംതിങ് ഫിഷി, ഇവിടെ എന്തോ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഹെലികോപ്റ്റർ താഴെ ഇറക്കുകയാണ്. ടീം മുഴുവനായിട്ടും താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതിനുശേഷം ഹെലികോപ്റ്റർ അവിടുന്ന് പോവാണ്. പിന്നീട് ബേക്കറും സംഘവും അവർക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ഡയറക്ഷനിൽ മുന്നോട്ടേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് വലിയൊരു കാൽപ്പാട് കാണാൻ കഴിഞ്ഞു. ആനയുടെ കാൽപ്പാടുണ്ടല്ലോ, അതിനേക്കാൾ വലുപ്പം അതിനുണ്ടായിരുന്നു. അപ്പൊ ഇത് ഏത് ജീവിയുടേതാണ്
ഏതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു കൺഫ്യൂഷൻ വരികയാണ്. എന്തായാലും അതും താണ്ടി ഇവർ മുന്നോട്ടേക്ക് പോവാണ്. പിന്നീട് മുന്നോട്ടേക്ക് പോകുമ്പോൾ മറ്റൊരു കാൽപ്പാട് കാണുന്നുണ്ട്. ഒരു പക്ഷിയുടെ കാൽപ്പാടാണ്. എന്നാൽ അതും ഒരു ആനയുടെ കാൽപ്പാടിനേക്കാൾ വലുപ്പം ഉണ്ടായിരുന്നു. എന്നാലും ഇത് ഏത് പക്ഷിയുടേതായിരിക്കും എന്നുള്ള ഒരു സംശയം ഇവർക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. വീണ്ടും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വലിയൊരു തൂവൽ കിട്ടുകയാണ്. അപ്പൊ തന്നെ ഇവർക്കൊരു കാര്യം മനസ്സിലായി. ഏകദേശം ജൈജാന്റിക് ആയിട്ടുള്ള വലിയൊരു പക്ഷി അല്ലെങ്കിൽ ഒരു പറവ ഈ കാട്ടിൽ എവിടെയോ മറഞ്ഞിരിക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഉറപ്പായി. എന്തായാലും വീണ്ടും അവർ മുന്നോട്ടേക്ക് പോകണം. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ബാഗ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇതിനു മുന്നേ ഇങ്ങോട്ടേക്ക് വന്ന ഏതോ ഒരു പട്ടാളക്കാരന്റെ ബാഗാണത്. അതിൽ നിന്നും ഒരു പുസ്തകം ഇവർക്ക് കിട്ടുകയാണ്. ആ പുസ്തകത്തിൽ ഏതോ ഒരു റിസർച്ച് ഫെസിലിറ്റി അങ്ങോട്ടേക്ക് പോകേണ്ടതായ ചില ഡാറ്റാസും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ ഈ കാട്ടിലേക്ക് വന്നതിന് ശേഷം ഇവരെ ആരോ വേട്ടയാടുന്നുണ്ടായിരുന്നു. ആ കാര്യം അതിൽ അവ്യക്തമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും എന്താണ് ഇപ്പോഴത്തെ ആ ഒരു റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് ബേക്കറിനും ടീമിനും മനസ്സിലാവുന്നില്ല. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്നവരെ വേട്ടയാടുന്ന എന്തോ ഒന്ന് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. അതുകൊണ്ട് എല്ലാവരോടും നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ബേക്കർ പറയുന്നുണ്ട്. വീണ്ടും ആ കാട്ടിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ഗുഹ അവ്യക്തമായിട്ട് എന്തൊക്കെയോ അവിടെ ഉള്ളതായിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ വ്യക്തമല്ല. അതിന്റെ ഉള്ളിൽ നിന്നും ചില ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. പതിയെ ശബ്ദം ഉണ്ടാക്കാതെ അങ്ങോട്ടേക്ക് ഇവർ പോകുന്ന സമയത്ത് ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ബേക്കറിന്റെ കാലിൽ എന്തോന്ന് പിടിക്കുകയാണ്. ബേക്കറിനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് പോലും കാണാൻ കഴിയുന്നില്ല. ബേക്കർ ആ ഒരു ഭാഗത്തേക്ക് തന്നെ ഷൂട്ട് ചെയ്തതുകൊണ്ട് ആ സാധനം അവന്റെ കാലിൽ നിന്ന് പിടുത്തം വിടുകയാണ്. എല്ലാവരും ആ ഒരു ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്തു. എന്നാൽ അതെന്താണെന്ന് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. പിന്നീട് വേഗം തന്നെ ബേക്കറിന്റെ കാലിൽ ചെറിയൊരു മുറിവായിരുന്നു. അതിൽ മരുന്നും വെച്ച് കെട്ടി ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോവാം. അതായത് ഓരോ കാലെടുത്ത് മുന്നോട്ടേക്ക് വെക്കുമ്പോഴും അത് മരണത്തിലേക്കാണെന്ന് ഇവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇതേ നേരം ഈ കാട്ടിൽ തന്നെ മറ്റൊരു ഭാഗം അമേരിക്കൻ പട്ടാളക്കാർ ഈ കാട്ടിലേക്ക് വന്നതുപോലെ തന്നെ റഷ്യൻ പട്ടാളക്കാരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ടീമിൽ ഏറ്റവും അവസാനമായിട്ട് നടന്നു പോകുന്ന ആളുണ്ടല്ലോ, ഇയാളുടെ പിന്നാലെ ചെറിയൊരു ഡൈനോസർ വരുന്നുണ്ട്. ബാക്കിയുള്ള ആരും കാണാതെ ഈ പട്ടാളക്കാരനെ കടിച്ചെടുത്ത് കൊണ്ടുപോകണം. എന്നാൽ അതൊരു ഡൈനോസർ ആണെന്നൊന്നും ബാക്കിയുള്ള പട്ടാളക്കാർ കാണുന്നില്ല. ഏറ്റവും ബേക്കിൽ വന്നവനെ കാണാത്തത് കൊണ്ട് പിന്നാലെ പോയി തെരഞ്ഞു നോക്കുമ്പോൾ വളരെ ബ്രൂട്ടലായിട്ട് ശരീരമെല്ലാം കീറി മുറിഞ്ഞ് മരണപ്പെട്ട് കിടക്കുന്ന അവരുടെ കൂട്ടത്തിൽ ആ ഒരു പട്ടാളക്കാരനെ കാണുകയാണ്. ഇത് കണ്ടപ്പോൾ റഷ്യക്കാർ വിചാരിച്ചു ഈ കാട്ടിൽ തന്നെയുള്ള വേറെ ഏതെങ്കിലും അമേരിക്കൻ പട്ടാളമായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇവരുടെ പിന്നാലെ അമേരിക്കൻ പട്ടാളം ഉണ്ടെന്ന് ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അതായത് ബേക്കറിന്റെ ടീമിനെ കാണിക്കുകയാണ്. ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇവർക്കൊരു നഖം കിട്ടുകയാണ്. ആ നഖത്തിന് വലിയ വലിപ്പം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഈ കാട്ടിൽ എന്തോ ഒരു മോൺസ്റ്റർ ഉണ്ട്. കാരണം അത്രയും വലിയ ജീവിക്കല്ലേ ഇത്രയും വലിയ നഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ മിഷനുമായിട്ട് ഇനി മുന്നോട്ടേക്ക് പോകണ്ടെന്ന് ബേക്കറിനോട് ബാക്കിയുള്ള ടീമേറ്റ്സ് പറയുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മരിക്കും, അത് ഉറപ്പാണ്. എന്നാൽ ഭയങ്കര ധൈര്യശാലിയായിട്ടുള്ള ബേക്കർ പറയാണ് നമ്മൾ അങ്ങനെ ഒന്നും കണ്ട് പേടിച്ച് പിന്മാറാൻ പാടില്ല. ഒരു മിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ടീമിന്റെ പേര് തന്നെ അങ്ങനെയാണ്, വൾച്ചർ സ്ക്വാഡ്. അങ്ങനെ ആ ഒരു ധൈര്യം ബേക്കർ കൊടുത്ത സമയത്ത് അവന്റെ ടീമും അവന്റെ കൂടെ തന്നെ പോവാണ്. അങ്ങനെ പിന്നീട് ഇവർ എത്തുന്നത് വലിയൊരു ഗുഹയിലേക്കാണ്. എന്നാൽ ആ ഒരു ഗുഹയിലെത്തി ടോർച്ചെല്ലാം അടിച്ചു നോക്കുന്ന സമയത്ത് ഒരു കാഴ്ച കണ്ട് ഇവർ ഞെട്ടിപ്പോവാണ്. അതായത് ഇവർ തേടി വന്ന ആ ഒരു ടീം ഉണ്ടല്ലോ, നേരത്തെ ഈ കാട്ടിലേക്ക് വന്ന ഒരു രഹസ്യ മിഷനുമായിട്ട് വന്ന ഒരു അമേരിക്കൻ പട്ടാളക്കാര്, ഇവരുടെ എല്ലാം ഡെഡ് ബോഡികൾ, അതും സാധാരണ രീതിയിലല്ല കുത്തി കീറി വെച്ചിരിക്കുകയാണ്. അത് കണ്ടാൽ തന്നെ പേടിയാവും. അപ്പൊ ഇത് കണ്ട് ബാക്കിയുള്ള പട്ടാളക്കാർ ചോദിക്കാണ്, ബേക്കർ ഇത് എന്താണിത്, ആരായിരിക്കും ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഇതേ സമയത്ത് തന്നെ എന്തോ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒരു നോക്കുമ്പോൾ ചിറകുള്ള ഒരു തരം, അതായത് ചിറകുള്ള ഡൈനോസേഴ്സ് അങ്ങോട്ടേക്ക് വരികയാണ്. ഒന്നല്ല കുറെ എണ്ണം. ഇവർക്ക് എന്താണെന്ന് തിരിയുന്നില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒന്നും കാണുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ വെടിയച്ച കേൾക്കും തോറും വീണ്ടും വീണ്ടും കൂടുതൽ വരികയാണ്. പിന്നീട് ഇവർക്കെല്ലാം കൺട്രോൾ ഇല്ലാതെ എങ്ങോട്ടേക്ക് പോകണമെന്ന് മനസ്സിലാവുന്നില്ല. ഗുഹയിൽ കയറി വഴി തെറ്റിപ്പോയി. എന്നാൽ ആ ഒരു ചിറകുള്ളതുപോലെയുള്ള ഡൈനോസേഴ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ബേക്കറും കൂടെ മറ്റൊരാളും കൂടെ എങ്ങോട്ടേക്കോ ഓടി ഓടി അവസാനം ഗുഹയുടെ പുറത്തേക്ക് എത്തുന്നത്. പുറത്തേക്ക് എത്തിയ സമയത്തും മറ്റെന്തോ ഒരു ജീവിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. അധിക നേരം നിലത്തിങ്ങനെ നിന്നാൽ അത് ജീവൻ ആപത്താണെന്ന് മനസ്സിലായ ബേക്കറും കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരും രണ്ടുപേരും കൂടെ തൊട്ടടുത്തുണ്ടായിരുന്ന തിണ്ടിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയാണ്. അത്യാവശ്യം നല്ല ഉയരം അതിനുണ്ടായിരുന്നു കേട്ടോ. അവരങ്ങനെ കയറാൻ തുടങ്ങിയ അതേ നേരത്ത് തന്നെ ഈ ഒരു പശു പോത്ത് അതിന്റെ വലുപ്പമുള്ള ഒരു ഡൈനോസർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ഒന്നല്ല 2-3 ഉണ്ട്. എന്നിട്ട് ചാടി ചാടി ഇവരുടെ കാലിന് കടിക്കാൻ നോക്കുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ ജീവനം കൊണ്ട് മുകളിലേക്ക് കയറിയ ബേക്കറും കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനും താൽക്കാലികമായിട്ട് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ ഗുഹയുടെ മറ്റൊരു ഭാഗത്തുകൂടെ ബേക്കറിന്റെ ബാക്കിയുള്ള ടീം അംഗങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെന്തായാലും ഓടിപ്പോയിട്ട് ഒരു വലിയ കുറ്റിക്കാട് ഉണ്ടായിരുന്നു, അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഇനി ഇവർക്ക് നേരെ വല്ല ഡൈനോസേഴ്സും വന്നാൽ അതിന് നേരെ ഷൂട്ട് ചെയ്യാനായിട്ട്. എന്നാൽ ഇവരെ അമ്പരപ്പിച്ചുകൊണ്ട് മറ്റൊരു കാര്യം അവിടെ നടക്കുകയാണ്. അവർ സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാത്ത അത്ര വലുപ്പമുള്ള ഒരു ഡൈനോസർ, അതിന്റെ ആ ഒരു കാല് അവരുടെ മുന്നിലൂടെ അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതിനെ എങ്ങാനും ഷൂട്ട് ചെയ്താൽ ഷൂട്ട് ചെയ്ത ബുള്ളറ്റ് വേസ്റ്റ് ആവുമല്ലാതെ അതിനൊന്നും പറ്റില്ല. അതുപോലെ തന്നെ അതിന്റെ ഒരു ചവിട്ട് മതി ഇവരെല്ലാവരും ഒരുമിച്ച് ചമ്മന്തി ആവാനായിട്ട്. അതുകൊണ്ട് പേടിച്ചരണ്ട് എല്ലാവരും ഒന്നും ചെയ്യാതെ നിന്നു. ഇതേ സമയത്ത് തന്നെ ഒരു തിണ്ടിന്റെ മുകളിലേക്ക് ബേക്കറും മറ്റേ പട്ടാളക്കാരും കൂടെ വലിഞ്ഞു കയറിയായിരുന്നല്ലോ. ഇവരതിന്റെ മുകളിലെത്തി പിന്നീട് നടന്നുപോയ സമയത്ത് മറ്റൊരു ഡൈനോസറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അതിനാണെങ്കിലോ ഭയങ്കര വലുപ്പമുണ്ട്, പക്ഷെ ആള് നല്ല ഉറക്കത്തില്ല. അതിന്റെ ചുറ്റുഭാഗം നോക്കിയ സമയത്ത് ഒരുപാട് ജീവികളുടെ അസ്ഥികുടങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ആൾ ഉറക്കത്തിലാണല്ലോ, പേടിക്കാനില്ല എന്ന് ബേക്കർ പറയണം. ഇതേ സമയത്താണ് ഈ വലിയ ഡൈനോസറിന്റെ 3 കുഞ്ഞുങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നത്. കാണുമ്പോൾ നല്ല ക്യൂട്ടാണ്. ഇവരെ കണ്ടപാട് ഇവറ്റകൾ കിടന്ന് കരയാൻ തുടങ്ങാണ്. ഓടിച്ചെന്ന് അവറ്റകളുടെ വായ പൊത്താൻ പറ്റുമോ? ഡൈനോസേഴ്സിന്റെ കുഞ്ഞുങ്ങളാണ്.
കുഞ്ഞുങ്ങളാണ്, കയ്യും കടിച്ചുകൊണ്ട് പോകും. എന്തായാലും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട സമയത്ത് ആ തള്ള ദിനോസർ ചാടി എഴുന്നേൽക്കുകയാണ്. തൊട്ടു മുന്നിൽ തന്നെ മനുഷ്യരാണ്, നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്. ഇവരെ കടിക്കാനായിട്ട് വരുമ്പോൾ എന്താ ചെയ്യാ ബേക്കർ? ഓടുകയാണ്, തിരിഞ്ഞു നോക്കാതെ ഓടുകയാണ്. പിന്നീട് ഒരു മരത്തിന്റെ പിറകിൽ ചെന്ന് ഈ ഡൈനോസറിന്റെ മുഖത്ത് നോക്കി പല തവണ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന്റെ ശ്രദ്ധ മാറി. ആ ഗ്യാപ്പിന് ഇവരൊരു ഗുഹയല്ല, ഒരു കല്ലിന്റെ ചെരുവിന്റെ മറവിൽ പോയിട്ട് ഒളിക്കുകയാണ്. എന്നാൽ നന്നായിട്ട് മണം പിടിക്കാൻ കഴിയുന്ന ആ ഒരു ഡൈനോസർ ഇവരെ തേടി അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഏകദേശം ഇപ്പൊ നേരം വെളുക്കാനായിട്ടുണ്ട്. അല്പമൊക്കെ സൂര്യപ്രകാശം കാട്ടിന്റെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോ ബേക്കറിന്റെ കൂടെ വന്ന ആൾക്കാരുണ്ടല്ലോ, അവര് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയില്ലേ, അവരിപ്പോ ഒരു അരുവിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ ടീമിലുള്ള 2-3 ആൾക്കാരുടെ പേര് പറയാം. സേവിയർ, കേസ്, അങ്ങനെ 2-3 പട്ടാളക്കാർ. സോ ഇവരുടെ ടീമിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പേര് പറഞ്ഞത് കേട്ടോ. എന്തായാലും കേസ് ഒക്കെ ഉള്ള ഈ ഒരു ടീം ഇവരിങ്ങനെ പറയാണ്, എന്തായാലും ബേക്കർ വന്നിട്ട് നമുക്ക് പോയാൽ പോരെ, അല്ലെങ്കിൽ അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ കൂട്ടത്തിലെ മറ്റൊരു പട്ടാളക്കാരും പറയാണ്, നമ്മൾ അധിക നേരം ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ ജീവൻ കൂടെ പോകും. എല്ലാവരും നല്ല ആശയക്കുഴപ്പത്തിലായിരുന്നു. മാത്രമല്ല നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ അരുവി ഉണ്ടല്ലോ, അതിന്റെ വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്താണ് മറ്റെന്തോ ഒരു ജീവിയുടെ വലിയൊരു കരച്ചിൽ, ഗർജനം ഇവർ കേൾക്കുന്നത്. പിന്നീട് ഒട്ടും ഇവർ ആലോചിച്ചില്ല, അവിടുന്ന് അപ്പം തന്നെ പോവുകയാണ്. ഇതേ നേരം തന്നെ ഒരു ജീവിയുടെ അലർച്ച ഇവർ കേട്ടായിരുന്നല്ലോ. ആ ജീവി ഇന്നലെ ബേക്കറിനെയും കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരനെയും ഓടിപ്പിച്ച അതേ ഡൈനോസറിന്റെ ശബ്ദമായിരുന്നു. ആ ഡൈനോസർ ഇപ്പോഴും ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. അവർ പിടികൊടുത്തിട്ടില്ല, രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓട്ടത്തിനിടയിൽ ഒരു മരത്തിന്റെ പിന്നിൽ പോയിട്ട് ഇവർ വിളിക്കുകയാണ്. പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രനേഡ് ബേക്കർ മറ്റൊരു ഭാഗത്തേക്ക് എറിയുന്നുണ്ട്. അവിടുന്ന് അത് പൊട്ടിയപ്പോൾ ആ ശബ്ദം കേട്ട് ഡൈനോസറിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായപ്പോൾ ബേക്കറും മറ്റേ പട്ടാളക്കാരനും കൂടെ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. എന്നാൽ അധിക നേരമൊന്നും ആ ഒരു ഡൈനോസറിനെ പറ്റിക്കാൻ കഴിയില്ല. ഇവരിങ്ങനെ ആ ഒരു പുൽമൈതാനത്തിലൂടെ ഓടുന്നതിന്റെ ഇടയിൽ പിന്നെയും ഇവരുടെ പിന്നാലെ തന്നെ ഡൈനോസർ വരുന്നുണ്ട്. എന്തായാലും ആ ജീവി ഓടിച്ച് തോൽപ്പിക്കാനുള്ള ശേഷിയൊന്നും നമ്മൾ മനുഷ്യർക്കില്ലല്ലോ. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരും ഓടി വലിയൊരു കൊക്കയുടെ ചെരുവിലേക്ക് എത്തുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ വലിയൊരു നദിയായിരുന്നു താഴെ. സോ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. രണ്ടുപേരും താഴേക്ക് എടുത്തു ചാടുകയാണ്. അതുപോലെ ഇവരുടെ പിന്നാലെ വന്ന ആ ഒരു ഡൈനോസർ ആണെങ്കിൽ അതിന്റെ ആ ഒരു സ്പീഡ് കൊണ്ട് ഈ കൊക്കയുടെ തുമ്പത്തെത്തിയപ്പോൾ അതിന് നിൽക്കാൻ കഴിഞ്ഞില്ല, അതും വെള്ളത്തിലേക്ക് വീഴുകയാണ്. വെള്ളത്തിൽ വീണ ബേക്കറും അതുപോലെ തന്നെ മറ്റേ പട്ടാളക്കാരും രണ്ടുപേരും കൂടെ രക്ഷപ്പെട്ട് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ മറ്റേ പട്ടാളക്കാരൻ ആകെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. അവനെയും താങ്ങിക്കൊണ്ടാണ് ബേക്കർ ഇപ്പോൾ കരയിലേക്ക് കയറാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവരുടെ കൂടെ എടുത്തു ചാടിയ ആ ഒരു ഡൈനോസർ അതിപ്പോ ഇവരുടെ കാര്യമൊക്കെ മറന്നു തോന്നുന്നു. ആ വെള്ളത്തിലൂടെ നീന്തി കളിക്കുകയാണ്. പിന്നീട് ഇവർ കരയിലേക്ക് വരാൻ നോക്കുമ്പോൾ പെട്ടെന്നൊരു ലേഡി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഇവരെ സഹായിക്കുകയാണ്. അങ്ങനെ ബേക്കറും മറ്റേ പട്ടാളക്കാരനും കൂടെ ഇപ്പോ കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ആ ലേഡിയോട് ബേക്കർ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാ, നിങ്ങൾ എങ്ങനെയും കാട്ടിലെത്തിയത്? അപ്പൊ ആ ഒരു സ്ത്രീ പറയാണ്, എന്റെ പേര് സോഫിയ, ഒരു സയന്റിസ്റ്റ് ആണ്. എന്റെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു, എല്ലാവരും മരണപ്പെട്ടു. എന്തായാലും നമുക്കിനി അധിക നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, എന്റെ ലാബിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് സോഫിയ ഇപ്പോ ഇവരെ വിളിച്ചുകൊണ്ടുപോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബേക്കിന്റെ കൂടെയുള്ള ഒരു പട്ടാളക്കാരുണ്ടല്ലോ, അയാൾ നമുക്ക് തൽക്കാലം എവിന്ന് വിളിക്കാട്ടോ. അങ്ങനെ ഇവർ നേരെ ആ ഒരു ലാബിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ബേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ടീം ഉണ്ടല്ലോ, സീവിയറും കേസൊക്കെയുള്ള ആ ഒരു ടീം, അവരും അങ്ങനെ നടന്നു പോവാണ്. എങ്ങോട്ടേക്കാ പോകേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. ഈ പോകുന്ന വഴിയിൽ പലജാതി ഐറ്റംസിന് ഇവർ കാണുന്നുണ്ട്. കൊമ്പുള്ളത്, കൊമ്പില്ലാത്തത്, ചിറകുള്ളത്, ചിറകില്ലാത്തത്, കളറുള്ളത്, കളറില്ലാത്തത്, അങ്ങനെ പലതരം ഡൈനോസേഴ്സ്. അതിൽ ചിലതെല്ലാം ഇവർ ആക്രമിക്കാൻ വരുന്നുണ്ട്, ചിലതെല്ലാം സസ്യബുക്കുകളാണ്. അതായത് പ്രധാനമായിട്ടും കഴുത്തിന് നല്ല നീളമുള്ള അത്തരം ഡൈനോസേഴ്സ് ഉണ്ടല്ലോ, അതിനെന്താ പറയാന്നറിയില്ല. എന്തായാലും അങ്ങനെയുള്ള ഡൈനോസേഴ്സും ആ ഒരു മൈതാനത്തിലുണ്ട്. അവരുടെ ഇടയിലൂടെയെല്ലാം സേവിയറും കേസൊക്കെ വളരെ കൂളായിട്ട് നടന്നു വരികയാണ്. കാരണം അവറ്റകൾ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായി. ഇതേ നേരം സോഫിയ ബേക്കിനെയും ഇവനെയും കൂട്ടിയിട്ട് ആ പഴയ ലാബിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് സോഫിയ ഇവിടെ കുടിയും കെടുങ്ങാണ്. എന്തായാലും ലാബിലേക്ക് എത്തിയ സമയത്ത് സോഫിയ പറയുന്നുണ്ട്, എന്റെ കൂടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, എന്നാൽ എല്ലാവരും മരണപ്പെട്ടു പോയി. പിന്നീട് ആ ലാബിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിന്റെ ആ ഒരു ഡോറ് ക്ലോസ് ചെയ്യാണ്. ഇതിന്റെ ഭിത്തികളൊക്കെ നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഡൈനോസേഴ്സ് ഇതിന്റെ ഉള്ളിലേക്ക് വരില്ല എന്ന് പറയണം. പിന്നീട് ഈ സോഫിയക്ക് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ട് ആകെ ഭ്രാന്ത് പിടിച്ച് ബേക്കുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന കസാര എടുത്ത് ഒരൊറ്റ കയറി കൊടുത്തിട്ട് പറയണം, ഇതെന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? ഈ ഡൈനോസർ, ഈ ജീവികൾ, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഈ സമയത്ത് സോഫിയ പറയാണ്, അതായത് ഈ ഫോറസ്റ്റിൽ റഷ്യക്കാർ വന്നിട്ട് എന്തോ വലിയൊരു പരീക്ഷണം നടത്തി, അത് ഫെയിലായി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ എന്ത് പരീക്ഷണമാണ്, എന്ത് ഫെയിലറാണ് സംഭവിച്ചത്, ഇതൊന്നും അവൾ പറയുന്നില്ല. എന്തായാലും ആ ലാബിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അതെങ്ങനെയൊക്കെയോ ശരിയാക്കിയെടുത്ത് ബേക്ക് അവന്റെ സീനിയർ ഉണ്ടല്ലോ, അതായത് കേണൽ ജെറിക്കോ, അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സാറേ ഇവിടെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല, നമ്മൾക്ക് മുന്നേ ഇവിടെ വന്ന ടീമിലുള്ള എല്ലാവരും മരണപ്പെട്ടു. എല്ലാത്തിനും കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഭൂമിയിൽ ഉണ്ടായിരുന്ന ആ പഴയ ജീവികളുണ്ടല്ലോ, ഡൈനോസേഴ്സ്, അവറ്റകളാണ്. ഇത് കേട്ട സമയത്ത് കേണൽ ജെറിക്കോ പറയാണ്, എടോ ബേക്ക്, നിനക്കെന്താ വട്ടായോ, തലക്ക് ഭ്രാന്ത് പിടിച്ചോ, എന്താണ് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു? ഡൈനോസേഴ്സ് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭൂമിയിൽ ഒരിക്കലും ഇല്ല, നിനക്ക് തെറ്റുപറ്റിയതാണ്. ഇപ്പൊ ബേക്കർ പറയണം, ഇല്ല സാറേ, സത്യമായിട്ട് ഞങ്ങൾ നേരിട്ട് കണ്ടതാണ്. പറ്റുവാണെങ്കിൽ ഒരു റെസ്ക്യൂ ടീമിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് അയക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും അധികം വൈകാതെ മരണപ്പെട്ടു പോകും. പിന്നീട് ബേക്ക് ഫോൺ കട്ട് ചെയ്യാണ്. ഇതേ സമയത്തിന് ജെറിക്കോയുടെ കയ്യിലേക്ക് ചില പട്ടാളക്കാർ ഒരു ബോക്സ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. അതിൽ വലിയ നഖങ്ങളും ചില മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളുടെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കാണുന്ന സമയത്ത് ജെറിക്കോയും വിചാരിക്കുകയാണ്, ഇനിയിപ്പോ ബേക്ക് പറഞ്ഞത് സത്യമായിരിക്കോ? ഇതേ നേരം തന്നെ ലാബിൽ നിന്നും ബേക്കും എവനും സോഫിയും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ബേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ടീംസിനെ തേടി കണ്ടുപിടിക്കണ്ടേ. എന്നാൽ അവർ പോകുന്ന വഴിയിൽ ഒരുപാട് ഡൈനോസേഴ്സിനെ
കേസിനെ കാണുന്നുണ്ട്. ബേക്കും ഇവനും അത് കണ്ട് പേടിക്കുമ്പോൾ സോഫിയ പറയാണ് പേടിക്കേണ്ട, അവറ്റകൾ പ്ലാൻസ് മാത്രമേ കഴിക്കുകയുള്ളൂ. ഇതേ നേരം ബേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പട്ടാളക്കാർ ഇവർക്ക് വഴി അറിയാതെ എങ്ങോട്ടേക്കോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വലിയൊരു പുൽമൈതാനത്തിലൂടെയാണ് പോകുന്നത്. പെട്ടെന്ന് കേസിന്റെ കാലിലേക്ക് ആരോ വെടിവെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആ ഒരു പുല്ലിൽ പെട്ടെന്ന് തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ട്. വെടിവെച്ചത് മറ്റാരുമല്ല, അമേരിക്കൻ പട്ടാളക്കാരുടെ കൂടെ തന്നെ ഈ കാട്ടിലേക്ക് വന്നിറങ്ങിയ റഷ്യൻ പട്ടാളക്കാരുടെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ, അതിലൊരുത്തരാണ് ഇപ്പൊ കേസിന് വെടിവെച്ചിരിക്കുന്നത്. പിന്നീട് പുല്ലിന്റെ പല ഭാഗത്തായിട്ട് മറിഞ്ഞിരുന്നുകൊണ്ട് ഈ രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് സോഫിയ പറയാണ് നിങ്ങളുടെ ടീം മിക്കവാറും ആ ഭാഗത്തുണ്ടാവും, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവർ 3 പേരും പോവാണ്. ഇതേ നേരം തന്നെ അമേരിക്കൻ പട്ടാളക്കാരും അതുപോലെ റഷ്യൻ പട്ടാളക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവരുടെ മുകളിലൂടെ പറക്കുന്ന ഡൈനോസേഴ്സ് പാറിപ്പോകുന്നത്. ഇത് കണ്ട് ഇവരങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് പറക്കുന്ന ഒരു ഡൈനോസർ വന്നിട്ട് ഒരു റഷ്യൻ പട്ടാളക്കാരനെ അതിന്റെ കൊക്ക് കൊണ്ട് ഒറ്റ കൊത്തിന് കൊന്നുകളയാണ്. ഇതേ നേരം പറക്കുന്ന ഡൈനോസേഴ്സ് എല്ലാം കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ പട്ടാളക്കാരന്റെ ശരീരം കീറി മുറിക്കുകയാണ്. ഇത് കണ്ട് ഭയന്ന് ബാക്കിയുള്ള എല്ലാവരും റഷ്യക്കാരും അമേരിക്കക്കാരും 4 ഭാഗത്തേക്കും പേടിച്ച് ചെതറി ഓടുകയാണ്. അതിൽ തന്നെ നമ്മുടെ കേസ് അവന്റെ കാലിന് ഓൾറെഡി വെടിയേറ്റല്ലോ, അവന് ഓടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ള പട്ടാളക്കാർ അവനെ എടുത്തുകൊണ്ട് അപ്പുറത്തെ കാട്ടിലേക്ക് ഓടി കയറുകയാണ്. എന്നാൽ റഷ്യൻ പട്ടാളക്കാരിൽ ഒരുപാട് പേര് പറക്കുന്ന ഡൈനോസേഴ്സിനെ കൊത്തുകൊണ്ട് അപ്പൊ തന്നെ മരിച്ചു വീഴുന്നുണ്ട്. അവരിൽ കുറച്ചാൾക്കാർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും കാട്ടിലേക്ക് വന്ന അമേരിക്കൻസ്, അതിൽ തന്നെ സേവിയറിന്റെ കാലിന് പരിക്കുണ്ടായിരുന്നല്ലോ, അതിൽ വേഗം തന്നെ മരുന്നെല്ലാം വെച്ച് കെട്ടുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് സോഫിയും ബേക്കും എവിനും എത്തുകയാണ്. സോ എന്തായാലും ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കണം, ഒരു നിമിഷം പോലും ഈ കാട്ടിൽ നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബേക്കിന്റെ ടീമിന് ഒരു കാര്യം മനസ്സിലായി, ഈ സോഫിയ ഒരു അമേരിക്കക്കാരിയല്ല, ഒരു റഷ്യൻ സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇവള് കൂടെ ഉണ്ടാകാൻ പാടില്ല, ഇവള് ചതിക്കുന്നു പറയണം. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല കേട്ടോ. കാരണം 4 ഭാഗത്തു നിന്നും വളരെ വേഗത്തിൽ ഓടുന്ന ചില ഡൈനോസേഴ്സ്, അതായത് ഒരു മാനിന്റെ വലുപ്പൊക്കെ ഉണ്ടാവുള്ളൂ, ഇവറ്റകൾ ഈ മരത്തിന്റെയും അതുപോലെ തന്നെ ചെടികൾക്കിടയിലൂടെയൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് നേരെ വന്ന് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാണ്. അതായത് ഈ ചെന്നായ്ക്കളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സ്റ്റൈലിൽ. എന്നാൽ ഓരോന്നിനെയും വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് കൂടുതലായിട്ട് ഇവറ്റകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ കാലിന് വയ്യാത്ത കേസിനെ അതിലൊരു ഡൈനോസർ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല അതിന്റെ കൂടെ ഒരു 4-5 എണ്ണം വേറെയുണ്ട്. അതായത് ഒഴിഞ്ഞ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് കേസിനെ കടിച്ചു കയറി തിന്നാനായിരുന്നു അവറ്റകളുടെ പദ്ധതി. എന്നാൽ കേസിന് നല്ല ധൈര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ വലിയൊരു വടിയെടുത്ത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അടിക്കുകയാണ്. അത്യാവശ്യം ധൈര്യം ഉണ്ടെങ്കിൽ നേരിടാൻ പാകത്തിനുള്ള വലുപ്പം തന്നെയാ ആ ഡൈനോസേഴ്സിനുള്ളൂ കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഈ കുഞ്ഞു ഡൈനോസർ എല്ലാം പേടിച്ചോടുകയാണ്. കേസ് വിചാരിച്ചു അവനെ കണ്ടിട്ടായിരിക്കുമെന്ന്. എന്നാൽ അവനെ കണ്ടിട്ടായിരുന്നില്ല. കുറച്ചുകൂടെ വലുപ്പം ഉണ്ടായിരുന്ന മറ്റൊരു ഡൈനോസറിനെ കണ്ടിട്ടാണ് ഈ കുഞ്ഞു ഡൈനോസേഴ്സ് ഓടിയത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കേസിനെ ഇത് നഖം കൊണ്ട് വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് കയറിയെടുക്കുകയാണ്. കേസിന്റെ ആ ഒരു നിലവിളിയും അതുപോലെ തന്നെ ഡൈനോസറിന്റെ ആ ഒരു ഒച്ചയും കേട്ടപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വന്ന് ആ വലിയ ഡൈനോസറിനെ ഷൂട്ട് ചെയ്ത് ഓടിപ്പിക്കുകയാണ്. എന്നാൽ കേസിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ദേഹം നിറയെ മുറിവും ചോരയൊക്കെ ആയിട്ട്. അപ്പോൾ സോഫിയ പറയാണ് ഇവൻ ഇനി കൂടെ കൊണ്ടുപോകണ്ട, എന്തായാലും മരിച്ചു പോകുന്നു പറയാണ്. എന്നാൽ ബേക്ക് പറയാണ് പറ്റില്ല, ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവനെയും കൂട്ടിയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂ. അതായത് അവരുടെ ടീം അങ്ങനെയാണ്. പിന്നീട് ബേക്ക് പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു സ്ട്രക്ചർ പോലെ ഈ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ വേഗം തന്നെ കേസുമായിട്ട് നേരെ ആ ലാബിലേക്ക് പോവാണ് കേട്ടോ. ലാബിൽ കയറി കഴിഞ്ഞാൽ പിന്നീട് കുറച്ചൊക്കെ സുരക്ഷിതമാണ്. പിന്നീട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ഉപയോഗിച്ച് വേഗം തന്നെ കേസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. ഇവരിങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സോഫിയ നൈസായിട്ട് ഇവരുടെ ഇടയിൽ നിന്ന് മാറുന്നത് ബേക്ക് കാണുകയാണ്. അതായത് അവൾ എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്. ഇപ്പൊ സോഫിയയുടെ പിന്നാലെ തന്നെ ബേക്ക് ചെല്ലുകയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ അവൾ കയ്യിൽ എന്തോ ഒരു സാധനം ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടപാടിനെ ബേക്ക് ചോദിക്കുന്നുണ്ട്, സോഫിയ നീ കാര്യമായിട്ട് എന്തോ ഒരു കാര്യം മറയ്ക്കുന്നുണ്ട്, സത്യം പറ, എന്താ ഇവിടെ നടന്നത്, നീ എന്താ ഞങ്ങളിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത്, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് നിന്നെ ഷൂട്ട് ചെയ്യുന്നു പറയണം. അങ്ങനെ അവസാനം സോഫിയ ആ ഒരു കാര്യം പറയാണ്, ഞങ്ങൾ നടത്തിയ ചില പരീക്ഷണങ്ങൾ അതൊന്ന് പാളിപ്പോയി, അതാണ് ഇതിനെല്ലാത്തിനും കാരണം. എന്താണ് ആ ഒരു പരീക്ഷണം? ഈ കാട്ടിൽ നിന്നും അമേരിക്കയിലേക്ക് പോകാനായിട്ട്, അതായത് റഷ്യൻ പട്ടാളക്കാർക്ക് ഇവിടെ നിന്നും വളരെ എളുപ്പത്തിൽ അമേരിക്കയിൽ എത്താനായിട്ട് ഒരു ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം, അങ്ങനെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് റഷ്യൻ സയന്റിസ്റ്റുകളെ ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നായിരുന്നു. ഈ ലാബിൽ വെച്ചാണ് അതിന്റെ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. ആ സയന്റിസ്റ്റുകളുടെ ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ടീം ഒരുപാട് വർഷം ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാതിൽ, ഇതിലൂടെ കയറി കഴിഞ്ഞാൽ ഒരുപാട് അകലേക്ക് സെക്കൻഡുകൾ കൊണ്ട് പോകാൻ കഴിയും. അതാണ് ഈ ടെലിപ്പോർട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ടെക്നോളജി ഇവർ പതിയെ ഡെവലപ്പ് ചെയ്യാണ്. എന്നാൽ അതിൽ ചെറിയൊരു പ്രശ്നം പറ്റി. ടെലിപ്പോർട്ടേഷൻ സിസ്റ്റം അത് ഇവരുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിനുള്ളിലായിട്ട് ചെറിയൊരു ബ്ലാക്ക് ഹോൾ ഇവർ പോലും അറിയാതെ രൂപപ്പെട്ടു. അത് നമ്മുടെ കാലഘട്ടത്തിലേക്കായിരുന്നില്ല തുറന്നു കിടന്നത്, ഡൈനോസേഴ്സിന്റെ, അതായത് 60 മില്യൺ വർഷങ്ങൾ പിന്നിലേക്കായിരുന്നു തുറന്നു കിടന്നിരുന്നത്. പിന്നീട് ആ ഒരു ബ്ലാക്ക് ഹോളിലൂടെ നമ്മൾ ഉണ്ടാക്കിയ ഈ ടെലിപ്പോർട്ടേഷൻ സിസ്റ്റത്തിലൂടെ അന്നത്തെ കാലത്തെ ഡൈനോസേഴ്സ് ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്ത് മുഴുവനായിട്ടും ഡൈനോസേഴ്സ് നിറഞ്ഞു കിടക്കുന്നത്. പിന്നീട് റഷ്യൻ ഗവൺമെന്റിന് മനസ്സിലായി ഇതൊരു ഫെയിലർ ആയിട്ടുള്ള പരീക്ഷണമാണെന്ന്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീമിലെ എല്ലാവരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു. ഇപ്പൊ അവര് കാണാതെ ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ഞാൻ. മാത്രമല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ടെക്നോളജി അവരേതോ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവരിപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് ബേക്ക് അവിടുന്ന് പോവാണ്. ഇതേ നേരം തന്നെ അവിടെ കാവലിനായിട്ട് ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു. അതായത് ഇങ്ങോട്ടേക്ക് വല്ല
ഡൈനോസറും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവൻ നോക്കുമ്പോൾ ഒരു ഡൈനോസർ അതിലൂടെ പോകുന്നുണ്ട്. അവൻ അതിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ബേക്ക് പറയാണ് വേണ്ട, കാരണം ശബ്ദം കേട്ടാൽ ബാക്കിലെല്ലാം ഇങ്ങോട്ടേക്ക് വരും. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നം സംഭവിക്കുകയാണ്. ഈ ഡൈനോസറിന് നന്നായിട്ട് സ്മെല്ല് പിടിക്കാൻ കഴിയല്ലോ. ഇവർ ആ ഒരു വാതിലിനരികിൽ നിന്നതുകൊണ്ട് തന്നെ സ്മെല്ല് പിടിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവർ ആ ഒരു ഡൈനോസറിന് നേരെ ഷൂട്ട് ചെയ്യാണ്. ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടായല്ലോ. ഈ ഒച്ച ബാക്കിയുള്ള ഡൈനോസേഴ്സ് കേൾക്കുന്നുണ്ട്. ഇപ്പൊ മാംസഭോജികളായിട്ടുള്ള ആ ഡൈനോസേഴ്സ് മുഴുവനായിട്ടും ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. എണ്ണത്തിൽ ഒരുപാട് കൂടുതലുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഇതിനെല്ലാത്തിനും ഷൂട്ട് ചെയ്ത് തുരത്താൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. മുകളിലുണ്ടായിരുന്ന ചില്ല് വരെ തകർത്ത് ഓരോന്നും ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് സോഫിയ പറയാണ് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് പിറകിലൂടെ രക്ഷപ്പെടാന്ന് പറയണം. സോ രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബേക്കും ബാക്കിയുള്ള പട്ടാളക്കാരും കൂടെ ഇപ്പൊ കേസിന് എടുക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് കേസ് പറയണത് വേണ്ട, എന്തായാലും ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, നിങ്ങളുടെ കൂടെ വരാനും പറ്റില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ വേഗത കുറയും, അത് നിങ്ങൾക്ക് തന്നെയാണ് ആപത്ത്, അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോന്ന് പറയണം. ആദ്യമൊന്നും ബേക്കും ടീമും സമ്മതിച്ചില്ലെങ്കിലും അവസാനം കേസ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. എല്ലാവരും പോവാൻ നേരത്തെ കേസ് ഒരുത്തിന്റെ അടുത്ത് സിഗരറ്റ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സിഗരറ്റും വലിച്ച് അവൻ അതിന്റെ ഉള്ളിൽ അങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോ പിന്നിലെ ആ ഒരു കഥകിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ നേരം ഒരുപാട് ഡൈനോസേഴ്സ് ആ ലാബിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. കേസിനൊന്നും എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് അവന് നേരെ വരുന്ന ആ ഒരു മൃഗങ്ങളെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കയ്യിലുണ്ടായിരുന്ന ആ ഗ്രാനേഡ് ഒരൊറ്റ വലിയാണ്, പൊട്ടിത്തെറിച്ചു. ആ ലാബും കൂടെ തന്നെ ഒരുപാട് ഡൈനോസേഴ്സും കൂടെ കേസും മരണപ്പെടുകയാണ്. അവൻ അങ്ങനെ ഒരു ത്യാഗം ചെയ്തതുകൊണ്ട് മാത്രം ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെട്ടു കേട്ടോ. ആ ബിൽഡിങ്ങിന്റെ പിന്നിലായിട്ട് ഒരു നദി ഉണ്ടായിരുന്നു, അവിടെ ഒരു ബോട്ടും ഉണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി ബാക്കിയുള്ള എല്ലാവരും രക്ഷപ്പെടുകയാണ്. കുറെ നേരം കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം നേരം വെളുക്കാനായിട്ടുണ്ട്. അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന നദി അത് ചെറിയൊരു നദിയൊന്നുമല്ല, വലിയൊരു നദിയാണ്. ആ കാടിന് നടുവിലൂടെ ആ നദി അങ്ങനെ ഒഴുകുകയാണ്. അതിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നദിയുടെ രണ്ട് ഭാഗത്തായിട്ടും ഒരുപാട് വലിയ ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നു. കണ്ടാൽ പേടിയാവുമെങ്കിലും അവറ്റകളൊന്നും മനുഷ്യരെയോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളെയോ ഉപദ്രവിക്കില്ല. ഇവറ്റകളെല്ലാം സസ്യബുക്കാണ്, അതായത് ചെടികൾ മാത്രമേ അവറ്റകൾ കഴിക്കുകയുള്ളൂ. എന്തായാലും രക്ഷപ്പെട്ടു പോകുന്ന സമയത്ത് ബേക്ക് അവന്റെ ടീമിനോട് പറയാണ് നമുക്ക് എന്തായാലും നമ്മുടെ സേഫ്റ്റി മാത്രം നോക്കി ഈ കാട് വിട്ട് പോകാൻ കഴിയില്ല. കാരണം റഷ്യക്കാര് അവർ ചെയ്ത പരീക്ഷണം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അതെന്താണെന്ന് ബേക്ക് അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ആ പരീക്ഷണം ഇപ്പോഴും മലയുടെ മുകളിൽ വെച്ച് അവർ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ പോയാൽ ഈ ഭൂമി നശിച്ചു പോകും. അതിനു മുന്നേ നമുക്ക് ആ ഒരു മലയുടെ മുകളിലേക്ക് എത്തണം. അവരുടെ ആ ഒരു റിസർച്ച് ക്യാമ്പ് അത് നമുക്ക് തകർക്കണം എന്ന് പറയണം. ബേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ സോഫിയ പെട്ടെന്ന് അവിടെ മയങ്ങി വീഴുന്നുണ്ട്. അതായത് അവൾ ഉപയോഗിക്കുന്ന ആ ഒരു മരുന്ന് കാരണം തോന്നുന്നു. പിന്നീട് എങ്ങനെയൊക്കെയോ സോഫിയെ എഴുന്നേൽപ്പിച്ച് ബേക്ക് ചോദിക്കുകയാണ് നീ എന്ത് മരുന്നാണ് നിന്റെ ദേഹത്ത് കുത്തിവെക്കുന്നത്? അത് മരുന്നൊന്നുമല്ല, അതൊരു ഡ്രഗ്സ് ആയിരുന്നു. അവൾ ഒരുപാട് നാളായിട്ട് ഒറ്റയ്ക്കല്ലേ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മരുന്ന് ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആയി പോയതാണ്. ഞങ്ങളുടെ കൂടെയുള്ള സമയത്ത് ഇനി ഈ മരുന്ന് നീ ഉപയോഗിക്കരുതെന്ന് ബേക്ക് ഇപ്പൊ സോഫിയോട് പറയണം. ഇതിനുശേഷം ബേക്കും അവന്റെ ആ ഒരു ടീമും കൂടെ ഇനി ഏത് വഴിയിൽ പോകണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സോഫിയ അവളുടെ ബാഗ് എടുത്ത് ആ ഡ്രഗ്സ് വീണ്ടും ഇഞ്ചെക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു പട്ടാളക്കാരൻ ഓടി വന്നിട്ട് അതിനെ തടുക്കുകയാണ്. ഇവിടെ വെച്ച് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ ഒരു പിടിയും വലിയ നടക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു മരുന്ന് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. വീണോ അതേ നിമിഷം തന്നെ നരഭോജിയായ ഒരു ഡൈനോസർ ചാടി വന്നിട്ട് ആ ഒരു ഡ്രഗ്സിനെ പിടിക്കുകയാണ്. മാത്രമല്ല ഇവർ അറ്റാക്ക് ചെയ്യാനും നോക്കുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിന്റെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ സോഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ബേക്ക് പറയാണ് ഇതെന്റെ അവസാനത്തെ വാണിംഗ് ആണ്. ഇനി ഒരു തവണ കൂടെ നീ ആ ഒരു മരുന്ന് ഉപയോഗിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. തൽക്കാലം ഈ ഒരു സിഗരറ്റ് വലിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ വെള്ളത്തിനടിയിൽ വെച്ച് ഇവരെ അറ്റാക്ക് ചെയ്ത ആ ഒരു ഡൈനോസേഴ്സ് ഉണ്ടല്ലോ, ഇവറ്റകൾ കരയിലേക്ക് നീന്തിപ്പോയി. അവിടെ നിന്നും ചെടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡൈനോസേഴ്സിനെ ആക്രമിച്ച് അവറ്റകളെ തിന്നാൻ തുടങ്ങുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് ഇവർ നേരെ കരയിലേക്ക് വന്ന് ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ആ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. എന്നാൽ ആ പോകുന്ന വഴി അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു വഴി തന്നെയായിരുന്നു. മുന്നോട്ടേക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മുന്നിൽ എന്താണെന്ന് പോലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പൊ ചെറിയൊരു ഭയത്തോട് കൂടിയിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. കയ്യിൽ ഗണ്ണുണ്ട്, ഇനി എന്ത് മുന്നിലേക്ക് വന്നാലും അപ്പൊ ഷൂട്ട് ചെയ്യാൻ പാകത്തിന്. ഈ സമയത്താണ് വീണ്ടും ഇവരെ നേരത്തെ അറ്റാക്ക് ചെയ്ത ആ ഒരു ചെറിയ ഡൈനോസേഴ്സ് ഉണ്ടല്ലോ, ഇവറ്റകൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. കാണുമ്പോൾ വലിയ സൈസ് ഒന്നും ഇല്ലെങ്കിലും ഇവർ ഒരുപാട് എണ്ണമായതുകൊണ്ട് തന്നെ ഇവറ്റകളോട് പോരാടൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചെറപറാന്നുണ്ട് 4 ഭാഗത്തുനിന്ന് വന്ന് അറ്റാക്ക് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചെന്നായ്ക്കളെ പോലെ. എന്നാൽ ഇത് എവിടുന്നാണ് വരുന്നത്, ഏത് ഭാഗത്തേക്കാ പോകുന്നതെന്ന് ഈ കോടമഞ്ഞുള്ളത് കൊണ്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ അവറ്റകളെ വെടിവെക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇവർ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ബേക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ എന്താ ചെയ്തതെന്ന് അറിയോ? ആ പുഴയുടെ ഭാഗത്തേക്ക് ഇയാൾ ഒറ്റ ഓട്ടം ഓടുകയാണ്. ഓടിക്കൊണ്ട് തന്നെ വെടിവെക്കുന്നുണ്ട്. അപ്പൊ ആ ഒച്ചയെല്ലാം കേട്ട് ഈ ചെറിയ ചെറിയ ഡൈനോസേഴ്സ് അങ്ങോട്ടേക്ക് ഓടി പാഞ്ഞു ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പുഴയുടെ വക്കത്തെത്തിയപ്പോൾ അതിന് നേരെ ഇയാൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ബുള്ളറ്റ് എല്ലാം കഴിഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡൈനോസറും ഇങ്ങോട്ടേക്ക് വന്നിട്ടുമുണ്ട്. ഇനിയിപ്പോ ഈ പട്ടാളക്കാരന്റെ കയ്യിൽ ഒരേ ഒരു ബുള്ളറ്റ് മാത്രമേ ഉള്ളൂ. ആ ബുള്ളറ്റ് ഇയാളുടെ തലയിൽ ഷൂട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ് ഇയാൾ. ഇതേ നേരം ബാക്കിയുള്ള എല്ലാ ഡൈനോസേഴ്സും അങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് ഇയാളുടെ മൃതദേഹം കഴിക്കാൻ തുടങ്ങുകയാണ്. ബാക്കിയുള്ളവർ രക്ഷപ്പെടാനായിട്ട് ഇയാളുടെ ലൈഫിനെ തന്നെ ത്യാഗം ചെയ്തിരിക്കുകയാണ്. അത് ബേക്കിനും ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. എന്തായാലും ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് ഇവർ വീണ്ടും മുകളിലേക്ക് പോവാണ്. ഇവരുടെ ലക്ഷ്യം റഷ്യക്കാരുടെ ആ ഒരു സയന്റിഫിക് റിസർച്ച് സെന്റർ ആണ്. അങ്ങനെ സോഫിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവസാനം ഇവർ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യം വലിയൊരു ഫെസിലിറ്റി തന്നെയായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് കയറി
അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് പെർമിഷൻ എടുക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ബേക്ക് ഇപ്പോൾ കേണൽ ജെറിക്കോയെ വിളിക്കുകയാണ്. ഈ കാട്ടിൽ നിറയെ ഡൈനോസേഴ്സ് നിറഞ്ഞിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും, അതായത് റഷ്യക്കാരാണെന്നുള്ള വിവരം ഇപ്പോൾ കേണൽ ജെറിക്കോയെ അറിയിക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ആ ഒരു ക്യാമ്പ് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു റെസ്ക്യൂ ടീമിനെയും ഇങ്ങോട്ടേക്ക് അയക്കണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടപാട് തന്നെ കേണൽ ജെറിക്കോ പറയുന്നത് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം അത് റഷ്യയാണ്. ഒരു പെർമിഷനും ഇല്ലാതെ, അതായത് മുകളിൽ നിന്നും യാതൊരു ഉത്തരവും ഇല്ലാതെ നിങ്ങൾ കയറി അറ്റാക്ക് ചെയ്താൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു മിഷൻ ക്യാൻസൽ ചെയ്യുന്നു പറയണം. എന്നാൽ ബേക്സ് കൊടുത്ത മറുപടി എന്താന്ന് വെച്ചാൽ, സാറേ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഒരു രാജ്യത്തിന് വേണ്ടി, അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടല്ല, ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. കാരണം ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇതിന്റെ കൺട്രോൾ പോകും. പിന്നീട് ഒരു മനുഷ്യർ പോലും ഈ ലോകത്തുണ്ടാവില്ല. ഞങ്ങൾ എന്തായാലും അവരുടെ ക്യാമ്പ് ആക്രമിക്കുകയും ചെയ്യും, ആ ഒരു ടെക്നോളജിയെ ഇല്ലാതാക്കുകയും ചെയ്യും. ഇനിയിപ്പോ സാറ് ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു ടീമിനെ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല. ഇതിനുശേഷം ബേക്ക് കോള് കേട്ടുകയാണ്. ബേക്ക് അവന് കിട്ടിയ ഒരു റിപ്പോർട്ട് അതുപോലെ തന്നെ അവന്റെ ടീമിനോട് പറയുന്നുണ്ട്, അതായത് അറ്റാക്ക് നടത്താനുള്ള പെർമിഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി എന്തായാലും ഞാൻ പിന്മാറാനും പോകുന്നില്ല. ഞാൻ എന്തായാലും അറ്റാക്ക് ചെയ്യാൻ പോവാണ്. മേ ബി ഞാൻ മരിക്കും, എന്റെ കൂടെ വന്നാൽ നിങ്ങളും മരിക്കും. അപ്പൊ എന്റെ കൂടെ വരാനായിട്ട് ഞാൻ ആരെയും നിർബന്ധിക്കില്ല, ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി എന്ന് പറയണം. എന്നാൽ ബേക്കിന്റെ കൂടെ എല്ലാവരും വരാന്ന് പറയണം. അതാണ് ആ ഒരു ടീമിന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം മരിച്ചാലും കുഴപ്പമില്ല, ഇവരുടെ ഈ ഒരു റിസർച്ച് ഫെസിലിറ്റി അത് നമ്മൾ ഇന്ന് ഇല്ലാതാക്കുന്ന പറഞ്ഞിട്ട് എല്ലാവരും ബേക്കിന്റെ കൂടെ പതിയെ പതിയെ ആ ക്യാമ്പിലേക്ക് പോവാണ്. കണ്ണിൽ കാണുന്ന ഓരോ റഷ്യൻ പട്ടാളക്കാരെയും ഇവർ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നുണ്ട്. ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ബേക്ക് അതുപോലെ തന്നെ സോഫിയ, ഇവർ രണ്ടുപേരും ഈ ഒരു റിസർച്ച് ഫെസിലിറ്റി ഉണ്ടല്ലോ ഇതിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്. ബാക്കിയുള്ള ടീമാണെങ്കിൽ ഓരോ പട്ടാളക്കാരെയും വളരെ നൈസായിട്ട് തന്നെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് റഷ്യൻ പട്ടാളക്കാർ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോയില്ലേ, അവര് തിരിച്ചു വരുന്നത്. അവരുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പൊ അവര് നേരെ വന്നിട്ട് റഷ്യൻ മിലിറ്ററി ജനറലിന്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരൊരു മിഷൻ ഏൽപ്പിച്ചിട്ടാണ് അവർ ആ ഒരു ഫോറസ്റ്റിലേക്ക് വിട്ടത്. എന്നാൽ പോകുന്ന വഴിയിൽ ഡൈനോസിസിനെ കണ്ടു, കുറെ പേർ മരിച്ചു, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വന്നതാന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഈ റഷ്യൻ ജനറൽ പറയാണ്, ഒരു പണി ഏൽപ്പിച്ചാൽ അത് മര്യാദക്ക് ചെയ്തിട്ട് വരണം, അത് ചെയ്യാതെ വന്നാൽ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ തിരിച്ചു വന്ന 2-3 ആൾക്കാരെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ജയിലിൽ അടക്കാനും പറയുന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ക്യാമ്പിലേക്ക് കയറിയ ബേക്കിനെയും അതുപോലെ സോഫിയും കാണിക്കുകയാണ്. ഇവര് പോകുന്ന വഴിയിൽ 2 റഷ്യൻ പട്ടാളക്കാരെ കാണുകയാണ്. അപ്പൊ തന്നെ അവരെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഇപ്പോ ബേക്ക് ഒരു തീരുമാനം എടുക്കുകയാണ്, കൊല്ലണ്ട, പകരം ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. സോഫിയുടെ സഹായത്തോട് കൂടിയിട്ട് ഇത് എത്രത്തോളം വലിയ ഇഷ്യൂ ആണ്, ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തന്നെയാണ് ആപത്ത് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇപ്പൊ ആ 2 പട്ടാളക്കാർ ഇവരുടെ കൂടെ നിർത്തുകയാണ്. ആ നേരത്താണ് ക്യാമ്പിലേക്ക് ഒരു ചെറിയ ഡൈനോസർ വരുന്നത്. ഇപ്പൊ റഷ്യൻ ജനറൽ അതിനെ കൊല്ലാൻ വേണ്ടി പറയാണ്. എന്നാൽ അതിനെ കൊന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ഇതിന്റെ പിന്നാലെ തന്നെ അതിന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടായിരുന്നു. അതായത് വലിയ 2 ടീറക്സുകൾ. ഈ വെറ്റകൾ രണ്ടും കൂടെ അങ്ങോട്ടേക്ക് വന്നിട്ട് ചത്തുകിടക്കുന്ന അതിന്റെ ആ ഒരു കുഞ്ഞിനെയും കൂടെ കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവുകയാണ്. പിന്നീട് കണ്ണിൽ കാണുന്ന എല്ലാ മനുഷ്യരെയും ഈ 2 ടീറക്സും കൂടെ കടിച്ച് കയറുന്നുണ്ട്. ഈ സമയത്ത് എങ്ങനെയൊക്കെയോ റഷ്യൻ ജനറൽ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഓടി രക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പൊ വന്ന ആ 2 വലിയ ടീറക്സുകളുടെ അട്ടഹാസത്തില് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ആക്രോശത്തിൽ പെട്ടുപോയത് റഷ്യൻ പട്ടാളക്കാരുണ്ട്, അതുപോലെ തന്നെ ഇവർ അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വന്ന അമേരിക്കൻ പട്ടാളക്കാരുണ്ട്, അതായത് ബേക്കിന്റെ ടീം. ഇതിൽ തന്നെ ഈ ഒരു ടീമിനെ ഈ റഷ്യൻ പട്ടാളക്കാരിൽ ഒരാൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു പെണ്ണാണ്. എനിക്ക് തോന്നുന്നത് ഒരു വിയറ്റ്നാമി ലേഡിയാ തോന്നുന്നു. അവരും ഒരു സോൾജിയർ ആണ്. എന്തായാലും ഈ സോൾജിയർ, ഈ വിയറ്റ്നാമി ലേഡി ഇവരെ കണ്ട സമയത്ത്, അതായത് വൾച്ചർ ടീമിനെ കണ്ട സമയത്ത് അവരെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് അഗ്രസീവ് ആണ്, ഇവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. എന്തോ വൾച്ചർ ടീമിനോട് വല്ലാത്ത പകയുള്ളതുപോലെ. ഈ സമയത്ത് ആ ഒരു വലിയ ടീറക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു ടാങ്കറിന്റെ അടിയിൽ ഒളിക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്തും ഈ ലേഡി ഇവരെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ വെച്ചാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു മിഷന്റെ ഭാഗമായിട്ട് ഒരുപാട് വിയറ്റ്നാമീസിനെ ബേക്കും അവന്റെ ആ ഒരു സംഘവും കൂടെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അതായത് വൾച്ചർ സ്ക്വാഡ്. എന്നാൽ അന്ന് കീഴ്പ്പെടുത്തിയ ആൾക്കാരെ കൊല്ലാനായിട്ട് ഇവർക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. എന്നാൽ മുകളിൽ നിന്നുള്ള ഉത്തരവ് ആ ഏരിയ മുഴുവനായിട്ടും തകർക്കാനായിരുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവർ ആ ഒരു പ്രദേശം മുഴുവനായിട്ട് നശിപ്പിച്ച് കളഞ്ഞായിരുന്നു. എന്തോ ആ സ്ഥലത്ത് അന്ന് ഉണ്ടായിരുന്ന ലേഡിയാ തോന്നിയത്. ഈ ലേഡിക്ക് അതുകൊണ്ടാണ് ചിലപ്പോ ഈ ഒരു വൾച്ചർ സ്ക്വാഡിനോട് ഇത്രയും ദേഷ്യം. എന്തായാലും ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന സേവിയറിനെയാണ് ഈ ലേഡി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ആ 2 ടീറക്സും ഉണ്ട്. സോ ഇതിങ്ങനെ മുന്നോട്ടേക്ക് പോയില്ല എന്ന് മനസ്സിലാക്കി ആ സോൾജർ എന്താക്കി, അതായത് സേവിയർ എന്താക്കി, കയ്യിലുണ്ടായിരുന്ന ഗ്രാനേഡ് വലിച്ചങ്ങോട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. ആ ബ്ലാസ്റ്റിൽ സേവിയറും കൂടെ ആ ഒരു ലേഡി പട്ടാളക്കാരിയും പിന്നെ ആ 2 ടീറക്സും പെട്ടുപോവാണ്. ടീറക്സ് മരിച്ചില്ലെങ്കിലും അതിന് നന്നായിട്ട് പൊള്ളലേറ്റു. അതുകൊണ്ട് ഭയന്ന് അത് കാട്ടിലേക്ക് തന്നെ തിരിച്ചു വിടുകയാണ്. ഈ ഒരു ഗ്യാപ്പിന് ബേക്കറും അതുപോലെ സോഫിയും കൂടെ ഇപ്പൊ ആ ഒരു റിസർച്ച് ഫെസിലിറ്റിയുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബേക്കറിന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ചില പട്ടാളക്കാരും വന്നിട്ടുണ്ട്. ഇവരിപ്പോ നേരെ ആ ഒരു ലാബിന്റെ ഉൾഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയാണ് ആ ഒരു പോർട്ടൽ ഉള്ളത്, അതായത് ടെലിപ്പോർട്ടേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു പോർട്ടൽ. ഇവർ അങ്ങോട്ടേക്ക് വന്ന പാട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് ഇവരെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബേക്ക് അപ്പൊ തന്നെ അയാളെ വെടിവെച്ച് കൊന്നുകളയാണ്. ഇത് കണ്ട് പേടിച്ചു പോയ ബാക്കിയുള്ള എല്ലാ സയന്റിസ്റ്റുകളും ഒന്നും ചെയ്യാതൊരു മൂലക്ക് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ സോഫിയ വേഗം ചെന്നിട്ട് ആ ഒരു മിഷൻ എങ്ങനെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അതുവഴി ഡൈനോസിസ് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ബേക്കും ചെന്നിട്ട് ആ ഒരു മിഷനിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്ത
കണ്ടുപിടുത്തം തന്നെ. ഓ ഇതായിരുന്നല്ലേ അപ്പൊ ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരനായ ആ വലിയ മിഷീൻ. ഇതെന്തായാലും ഞാനിപ്പോ തകർക്കുന്നു പറയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് റഷ്യയുടെ കമാൻഡർ വരുന്നത്. ഇവരെ കണ്ടപാട് തന്നെ അയാൾ ഷൂട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അതിനേക്കാൾ വേഗത്തിൽ ബേക്ക് അയാളെ അറ്റാക്ക് ചെയ്യാണ്. വെടികൊണ്ട് അയാൾ ഇപ്പൊ നിലത്ത് വീണ് കിടക്കുകയാണ്. അതേ സമയത്ത് തന്നെ സോഫിയ ഒരു പിസ്റ്റളുമായിട്ട് ഇയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇയാളാണ് സോഫിയയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ സയന്റിസ്റ്റുകളെയും വെടിവെച്ച് കൊന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രതികാരം അവളുടെ ഉള്ളിലുണ്ട്. ഇപ്പൊ ഇയാളുടെ മുഖത്ത് നോക്കി തുപ്പിയിട്ട് മനുഷ്യപ്പറ്റില്ലാത്ത നായ ഇതും പറഞ്ഞ് അയാളെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സോഫിയെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ഇപ്പൊ ബേക്ക് പറയണ തൽക്കാലം നീ ആ ഒരു മെഷീൻ ഓഫ് ചെയ്യുന്നു പറയണം. അങ്ങനെ ആ ഒരു മെഷീൻ ഓഫ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് ടോട്ടലി ഈ ബിൽഡിംഗിലെ ഇലക്ട്രിസിറ്റി ഫെയിൽ ആവുന്നത്. സോ ടോട്ടലായിട്ട് അവിടെയുള്ള എല്ലാം ഓഫായി പോവാണ്. അതുപോലെ തന്നെ നേരത്തെ ആ ഒരു ബ്ലാസ്റ്റിൽ പെട്ട് ഒരുപാട് പേര് മരിച്ചു പോയായിരുന്നല്ലോ. അവരുടെ ആ ഒരു ഇറച്ചിയെല്ലാം തിന്നുകൊണ്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഡൈനോസേഴ്സ് പുറത്തുണ്ടായിരുന്നു. ഇവറ്റകളുടെ ശ്രദ്ധ ഇപ്പോൾ ഉള്ളിലേക്ക് ആവുകയാണ്. ഇപ്പൊ ബേക്കും ടീമും കൂടെ വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് മറ്റൊരു ഭാഗത്തേക്ക് മാറണം. കാരണം ഈ ഒരു ഏരിയ സേഫ് അല്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഈ ഡൈനോസേഴ്സ് വരുന്ന സമയത്ത് പരമാവധി അതിന്റെ ആ ഒരു വേഗത കുറക്കാനായിട്ട് സ്മോക്ക് ബോംബുകളൊക്കെ അങ്ങോട്ടേക്ക് ഇടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ നിലത്ത് വീണ് കിടക്കുന്ന റഷ്യൻ കമാൻഡർ അവിടുന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. അതായത് ഇവിടെ പെട്ടുകിടക്കുന്ന എല്ലാ അമേരിക്കക്കാരെയും ഒറ്റയടിക്ക് കൊല്ലാനായിട്ട്, ആ ഏരിയ ഒറ്റയടിക്ക് തകർക്കാനായിട്ട് ഇയാളുടെ കയ്യിൽ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. സോ അതിനുവേണ്ടി ഇയാൾ കൺട്രോൾ റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവിടെ വെച്ച് എന്തൊക്കെയോ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇയാളുടെ അരികിലേക്കും ഒരു ഡൈനോസർ വരികയാണ്. ഒറ്റക്കടിക്ക് അയാളെ കൊന്നു കളയുന്നുണ്ട്. ഇപ്പൊ ബേക്കറും ടീമും കൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണല്ലോ. പോകുന്ന ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ബോംബുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ ഇതെല്ലാം പൊട്ടും. ഇനി എന്തായാലും തിരിച്ചു പോയിട്ട് ആ ഒരു മെഷീനെ ഇനാക്റ്റീവ് ആക്കാൻ ഇവരെ കൊണ്ട് കഴിയില്ല. സോ പൂർണ്ണമായിട്ടും ബോംബ് വെച്ച് തകർത്താൽ തീർന്നുള്ള പ്രശ്നം. അങ്ങനെ ചെറിയൊരു ടണലിന്റെ ഭാഗത്തോടെ ഇവർ പോകുന്ന സമയത്ത് ഏറ്റവും പിന്നിൽ വരുന്ന ഒരു പട്ടാളക്കാരൻ പറയാണ്, നിങ്ങൾ വിട്ടോ, എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. സോ ബാക്കിയുള്ള എല്ലാവരും അവിടുന്ന് പറഞ്ഞയച്ച് ഇയാളിപ്പോ ബാക്കിയുള്ള ആ ഒരു ഡൈനോസസിനെ കവർ ചെയ്തുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന വെപ്പൺ വെച്ച് അതിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്ക് വന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്നതാണ് സത്യം. എന്തായാലും ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താനായിട്ട് ആ ഒരു പട്ടാളക്കാരൻ അവിടെ ത്യാഗം ചെയ്യുന്നുണ്ട്. ശരിക്കും വൾച്ചർ സ്ക്വാഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മരിക്കാൻ, അതായത് ഓരോരുത്തർക്കും വേണ്ടി മരിക്കാൻ മറ്റുള്ളവർക്ക് ഒരു മടിയുമില്ല. എന്തായാലും ആ ഒരു ടണൽ വിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴി ഇപ്പോൾ നമ്മുടെ ബേക്ക് കാണാണ്. എല്ലാവരും മുകളിലേക്ക് കയറ്റി വിടുന്നുണ്ട്. സോ അവര് സേഫ് ആയിട്ട് മുകളിലേക്ക് പോകാനായിട്ട് ബാക്കിയുള്ള ഡൈനോസേഴ്സ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, അതിന്റെ ശ്രദ്ധ തിരിക്കുകയാണ് ബേക്ക്. അവൻ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു പോവാണ്. അവന്റെ പിന്നാലെ തന്നെ ബാക്കിയുള്ള ഡൈനോസേഴ്സും വരുന്നുണ്ട്. എന്നാൽ വെടിവെച്ചുകൊണ്ട് മാത്രം അതിനെ പ്രതിരോധിക്കാനായിട്ട് ബേക്കിന് കഴിയില്ല. കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ഗ്രാനേഡ് എറിഞ്ഞുകൊണ്ട് തന്നെ ഓരോന്നിനും പ്രതിരോധിക്കുകയാണ്. എന്നാൽ ഒരു പരിധി വരെ ബേക്കിനെ കൊണ്ട് അതിന് കഴിഞ്ഞുള്ളൂ. അവന്റെ പിന്നാലെ വന്ന ഡൈനോസർ അവനെ കീഴ്പ്പെടുത്തുകയാണ്. അതായത് അവനെയും കൊന്നുകളയാണ്. ടീം ലീഡർ, നമ്മുടെ കഥാനായകൻ തന്നെ ഇവിടെ മരിച്ചുപോവാണ്. എന്നാൽ ബേക്ക് അങ്ങനെ ഒരു ത്യാഗം ചെയ്തതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ കഴിഞ്ഞു. സോഫിയ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് പട്ടാളക്കാർ ഇവർ നേരെ ആ ക്യാമ്പ് വിട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ഇവര് ചുറ്റും നോക്കുമ്പോൾ ഒരുപാടധികം ഡൈനോസേഴ്സ് ഇവര് വളഞ്ഞിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടുത്തവുമില്ല. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് കേണൽ ചെറിക്കോ ഉണ്ടല്ലോ, ഇയാളടങ്ങുന്ന ഒരു ടീം, ഒരു 3-4 ഹെലികോപ്റ്റർ പെട്ടെന്ന് അവിടെ വന്ന് ലാൻഡ് ചെയ്യാണ്. കുറച്ചധികം പട്ടാളക്കാരും അവിടെ ഇറങ്ങുന്നുണ്ട്. എല്ലാവരും പൊസിഷനിൽ നിൽക്കുകയാണ്. എന്നിട്ട് വട്ടത്തിൽ നിന്ന് ഡൈനോസേഴ്സിനെ വെടിവെക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ലാൻഡ് ചെയ്യാത്ത ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ഇതിലുള്ള പട്ടാളക്കാരെല്ലാം ഈ ഡൈനോസേഴ്സിനെ പരമാവധി പ്രതിരോധിക്കുന്നുണ്ട്. ഈ ഒരു അറ്റാക്കിൽ കുറെ പട്ടാളക്കാർ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ ആ ഒരു പോർട്ടൽ അത് വീണ്ടും വർക്ക് ആവുന്നുണ്ട് തോന്നുന്നു. അത് പൂർണ്ണമായിട്ടും ഓഫാക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവർ അതിനുള്ളിൽ ഒരു ബോംബ് സെറ്റ് ചെയ്തായിരുന്നല്ലോ, ആ ബോംബ് ഇപ്പോൾ ആക്റ്റീവ് ആവുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പൊട്ടാൻ തുടങ്ങുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു റിസർച്ച് സെന്റർ തകർന്ന് തരിപ്പണാകുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഇവിടെ നിന്നും ബാക്കിയായ ആൾക്കാർ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒരുപാട് പട്ടാളക്കാർ ഇവിടെ മരിച്ച് വീണിട്ടുമുണ്ട്. എന്തായാലും ബേക്കിന്റെ തീരുമാനത്തിൽ ഈ സ്ഥലം തകർക്കാൻ വന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ആ ഒരു പോർട്ടൽ ക്ലോസ് ആയി. അതുകൊണ്ട് ഇനി ഡൈനോസേഴ്സ് അതുവഴി പുറത്തേക്ക് വരില്ല. പക്ഷെ ഓൾറെഡി ഒരുപാട് ഡൈനോസേഴ്സ് വന്നു കഴിഞ്ഞല്ലോ. ഇവറ്റകളെല്ലാം വിയറ്റ്നാമിലെ ആ കാടുകളിലേക്ക് പതിയെ പതിയെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി അത് ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് നഗരത്തിലേക്കും വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അവസാനത്തെ ആ ഒരു ഷോട്ടിൽ ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ ഒരു കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.